നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ? കലാപരമായിട്ടെങ്കിലും? ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും ഒരു കഴിവ്? ഇങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു കഴിവില്ല, ഞാനൊരു കഴിവ് കെട്ടവനാണെന്നുള്ളത്. നമ്മളെ ചുറ്റുപാടുള്ള നമ്മളെ ഫ്രണ്ട്സിനെ നോക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും. ഒരുത്തൻ അടിപൊളിയായിട്ട് പാട്ട് പാടും, വേറൊരുത്തൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും, വേറെ ഒരുത്തയാണെങ്കിൽ ചിത്രം വരയിൽ സൂപ്പറാണ്. പക്ഷെ നമുക്ക് മാത്രം ഒരു സ്കില്ലും ഇല്ല, അല്ലെങ്കിൽ ഒരു കഴിവും ഇല്ല. അതെന്താ നമ്മൾ മാത്രം അങ്ങനെ ആയിപ്പോയത്? ഇനി നമ്മളെ ഈ ഫ്രണ്ട്സിന്റെ പാസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ, ഒരു ചെറുപ്പം മുതലേ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഡ്രോയിങ്സിലോ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഡാൻസ് കളിച്ചാനോ ഒക്കെ പോയിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഓല് ബിൽഡായത്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ആയത്? ഇതിൽ പാരൻസിനെ ബ്ലെയിം ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് എൻ്റെ ആ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ചെറുപ്പം മുതലേ പാട്ട് പഠിക്കാൻ പോയിരുന്നു, അതല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പോയിരുന്നു, അതല്ലെങ്കിൽ ചിത്രം വരൻ്റെ ക്ലാസ്സിന് പോയിരുന്നു. പക്ഷേ ഇന്ന ചെറുപ്പം മുതൽ പാരൻസ് ഒന്നിനും വിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്നിനും പ്രോത്സാഹനമോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കഴിവ് കെട്ടവനായി പോയത്. പാരൻസ് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആക്ച്വലി നിങ്ങളൊരു പാരൻ്റാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, പിന്നെ അവർക്ക് വേണ്ട പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ, ബാക്കി സൗകര്യങ്ങൾ, ഭക്ഷണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായത് കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ ഒരു എൻഗേജ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തിനേയും ക്ലാസ്സിന് പറഞ്ഞേക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ ഇവിടെ അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയും എൻ്റെ പാരൻസ് എന്നെ ചെറുപ്പം മുതൽ ഒന്നിനും വിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എനിക്ക് ഒരു കഴിവില്ലാത്തത് പാരൻസ് കാരണം എന്ന് പറഞ്ഞ് പാരൻസിനെ ബ്ലെയിം ചെയ്യണവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്തത്. ടുഡേ ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ എ ഫാസിനേറ്റിംഗ് ടോപ്പിക്. ഈ സ്കിൽ സംതിങ് വി ആർ ബോൺ വിത്ത്. അതായത് നമുക്ക് ജന്മന കിട്ടിയ ഒന്നാണ് സ്കില്ല്, അതോ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ബിൽഡ് ചെയ്തുണ്ടാക്കേണ്ട ഒന്നാണ് സ്കില്ല്? ഇനി നമുക്ക് സ്കിൽ എന്താണെന്ന് നോക്കാം. ആക്ച്വലി സ്കിൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് പ്ലസ് എബിലിറ്റി പ്ലസ് പ്രാക്ടീസ്. അതായത് നിങ്ങൾക്കുള്ള അറിവ്, അതിലേക്ക് നിങ്ങൾക്കുള്ള എബിലിറ്റി കൂടി ചേർന്ന് ഇത് വെച്ചിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ആക്ച്വലി സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിലേതെങ്കിലും ഒന്നിന് കമ്മി വന്നു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നം ഉണ്ടാവും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കണം എന്ന് കരുതാം. നിങ്ങൾക്കാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ല മീൻസ് എവിടെ പോയാൽ എങ്ങനെ പെരുമാറണം, ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം, ചില കാര്യങ്ങളൊന്നും ചില സാഹചര്യത്തിൽ പറയാൻ പാടില്ല. പക്ഷേ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇവർ അത് പറഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തേക്കണമല്ലോ പറയും, ആ ചങ്ങായിക്ക് എന്താ അന്തല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് പറയും. അപ്പോൾ ആക്ച്വലി നമുക്കൊരു അറിവ് വേണം. ഈ അറിവ് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും, നമുക്ക് ബുക്സ് വായിച്ചാണ്ട് കിട്ടും, പിന്നെ നമ്മുടെ ചുറ്റുപാടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള, അതായത് ലേൺ ഫ്രം മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ പണ്ട് ചില സ്ഥലത്ത് കുറച്ച് സംസാരിക്കുന്ന കാര്യം ശരിയല്ലെങ്കിൽ ചിലർ ചൂടാവുമല്ലോ, എടാ അങ്ങനെ സംസാരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വരും, ഓക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോളജ് കിട്ടും. പിന്നെയുള്ളതാണ് എബിലിറ്റി. എബിലിറ്റി ആണെങ്കിൽ ജന്മനാ കിട്ടുന്ന ഒന്നാണെന്ന് പറയാം. അതായത് കേൾക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എബിലിറ്റി ആയിട്ട് കൂട്ടാം. അപ്പോൾ എബിലിറ്റി ഇല്ലാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഇല്ല എന്ന് കരുതാം. അപ്പോൾ സംസാരശേഷി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഗായകനാവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരശേഷി ഇല്ല. അതാണ് എബിലിറ്റി ഇല്ലാനുള്ള പ്രശ്നം. പിന്നെ ഇഫ് യു ഹാവ് എനി ഡിസബിലിറ്റീസ്, നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള ആരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ, അത് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്താണ് ആദ്യമായിട്ട് മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുന്നത്. അന്നൊരു 80 കുട്ടികളായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് അവിടുന്ന് മൂവ് ചെയ്യാതെ മൈക്കും പിടിച്ചുകൊണ്ട് ഒരുപാട് നേരം സംസാരിച്ചു. ആ നിർത്താണെങ്കിൽ സ്ട്രൈറ്റ് പോലും അല്ലേ ഇനി, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെരിഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ അന്ന് നിന്ന് സംസാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു. ക്ലാസ് എടുത്തെടുത്തെടുത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എടുത്ത ക്ലാസ്സൊക്കെ ഞാൻ ഫ്രണ്ട് നിന്ന് നടന്ന് ആ ആൾക്കൂട്ടത്തിൽ കൂടെ ബാക്കിലൊറ്റം പോയിക്കാണ്ടൊക്കെ, ഐ മീൻ അങ്ങനെ വാക്ക് ചെയ്തുകൊണ്ട് വരിക സംസാരിക്കൽ തുടങ്ങി. അപ്പോൾ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ സ്കില്ല് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എബിലിറ്റിയും നോളജും ഉണ്ടെങ്കിൽ മാത്രം സ്കില്ലാവില്ല, അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ സ്കില്ല് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ചിലർ അങ്ങനെ ചോദിക്കും, അല്ല ഇനിയിപ്പോൾ വലിയ സ്കില്ലൊന്നുമില്ല, എന്താ അപ്പോൾ അതുകൊണ്ട് പ്രശ്നം എന്നുള്ളത്. അൺഎംപ്ലോയ്മെൻറ്റ് ഇത്രയും കൂടുതലുള്ള ഈ കാലഘട്ടത്തിലും സ്കില്ലുള്ളവർക്ക് ജോബ് ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ കടയിലൊക്കെ നിൽക്കണേ, അപ്പോൾ എനിക്കിപ്പോൾ വലിയ സ്കില്ലിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ
ഞാനിവിടെ റീസെൻ്റ്ലി ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയ സമയത്ത് അവിടുത്തെ ആളിനോട് ചോദിച്ചു, ഇവിടെ പണിക്ക് നിൽക്കാൻ ഏതെങ്കിലും ചെക്കന്മാരെ കിട്ടാണ്ട് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ചെക്കന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് എപ്പോഴും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എത്ര കൊടുക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ ആളിനോട് പറഞ്ഞ കാര്യമുണ്ട്. അവിടെ നിൽക്കണ ആ ചെക്കന് മൂപ്പര് ഡെയിലി 100-200 ഏറെ കൊടുക്കുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കടയത്തെ വേറൊരു കാര്യം മൂപ്പർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് മൂപ്പര് അത്യാവശ്യം പ്രായമുള്ള ആളാണ്. അപ്പോൾ ബില്ലിങ്ങിലായിരിക്കുക. അപ്പോൾ മൂപ്പര് പറയാം, എനിക്കൊരു കാര്യത്തിൽ നീച്ചേണ്ട ആവശ്യമില്ല, അത് ഫുൾ കാര്യം മാനേജ് ചെയ്യും. അതായത് മാനേജിങ് സ്കില്ല്. അപ്പോൾ അങ്ങനത്തെ സ്കില്ലുള്ളതുകൊണ്ട് തന്നെ ഓന് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, 200 ഏറെ കിട്ടുന്നുണ്ട് ഓൻ്റെ നോർമൽ വേജിന് പുറമെ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓൻ അങ്ങനെ സ്കില്ലുള്ളതാണ്. ആക്ച്വലി ഈ സ്കില്ല് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒന്നല്ല, അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അത്രയും പണി എടുക്കുന്നതുകൊണ്ടാണ് മൂപ്പര് അങ്ങനെ ഓനെ മെൻഷൻ ചെയ്യാൻ കാരണം. ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതാണ് സ്കില്ല് ഉണ്ടായുള്ള ഗുണം. ഇനി സ്കില്ല് എങ്ങനെ ഉണ്ടാക്കാം, ഹൗ ടു ബിൽഡ് എ സ്കിൽ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു മേഖല ചൂസ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ആ മേഖലയിൽ നിങ്ങൾ ഏത് കാര്യമാണോ ചൂസ് ചെയ്തത് അതിൻ്റെ ബാക്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എഡിറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് കരുതുക, അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിൽ സ്കിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ട സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട്, അതിനിപ്പോൾ ഫോണിലാണെങ്കിൽ അതിന് വേണ്ട ആപ്പ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നിങ്ങൾ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബോറടിക്കും. അതങ്ങനെയാണ്. ഈ അധികം ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്തെങ്കിലും പുതിയതായിട്ട് സ്കില്ല് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബോറടിക്കാനാണെങ്കിൽ അത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്നുള്ളത്. ആക്ച്വലി അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അതായത് കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരാനുള്ള നിങ്ങളെ ബ്രെയിനിൻ്റെ മടിയാണ് ആക്ച്വലി നിങ്ങളെ ആ ഒരു എക്സ്ക്യൂസും പറഞ്ഞാണ്ട് അവിടെ പിടിച്ചിരുത്തുന്നത്. അപ്പോൾ നിങ്ങളത് ബ്രേക്ക് ചെയ്യണം. അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മേഖല അത് ഏതായിക്കോട്ടെ, അവിടെ നിരന്തരമായിട്ട് നിങ്ങൾ അതിൻ്റെ ബാക്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെൻറ്റ് കഴിയുമ്പോൾ, അതായത് അതിൻ്റെ ബേസിക്സ് മൊത്തം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഈസി ആയി കയറും. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ച് ആദ്യം മുട്ടെത്തും, അത് കഴിഞ്ഞ് നടക്കാൻ ശ്രമിക്കും, ഇടയ്ക്കിടയ്ക്ക് കുട്ടി വീണടുത്ത് നിന്ന് നീച്ച് നടക്കും. അങ്ങനെ ലാസ്റ്റാണ് ആ കുട്ടി അത്രയും സ്മൂത്തായിട്ട് എവിടെയും പിടിക്കാതെ നടക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ അതേപോലെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സ്കില്ല് മേക്ക് ചെയ്യണം. അതായത് ഒരുപാട് വീഴ്ചകളുണ്ടാവും, ഒരുപാട് തവണ പാളും, നമുക്ക് തന്നെ തോന്നുന്നത് എനിക്ക് പറ്റിയ പരിപാടിയാണോ, ഇത് നിർത്തിയാലോ, ഗിവപ്പ് ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ അവിടെയും ഗിവപ്പ് ചെയ്യാതെ നമ്മൾ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയം എത്തുമ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേരും. ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു പേര് വരില്ലേ? ആക്ച്വലി ആ മൂവി നിങ്ങളുടെ ഫേവറേറ്റ് ആകാൻ കാരണം എന്താ, നിങ്ങൾ ആ മൂവി കണ്ടോണ്ടല്ലേ. അതേപോലെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് സ്കില്ല്, അത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബേസ് മൊത്തം കവർ ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് നോക്കുക തന്നെ വേണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞാണ്ട് ഡ്രോപ്പ് ചെയ്ത് പോകരുത്. ഇനി എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ ചിത്രം വരക്കാനോ, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള പ്രതിഭകളാണ് അവർ. പക്ഷേ പാരൻസിൻ്റെ ഫോഴ്സ് കാരണമോ അല്ലെങ്കിൽ മറ്റ് ചില റീസൺസ് കാരണമോ അവർ അത് വിട്ട് ഏതോ കമ്പനിയിൽ ആർക്കോ വേണ്ടി ജോലി ചെയ്യാണ്. സോ നിങ്ങളെ മക്കളും ഇനി വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോവണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മേഖല എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഓലെ പറഞ്ഞേക്കുക. ഓല് ചിലപ്പോൾ ഭാവിയിലെ വലിയ പ്രതിഭകളായി മാറിയേക്കാം. ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് പറഞ്ഞൊരു ബുക്കുണ്ട്. വെയിറ്റ് എ മിനിറ്റ്. ഈ ബുക്ക് നിങ്ങൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ ബുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എ ജീനിയസ് ഈസ് നോട്ട് ബോൺ, ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ട്രെയിൻഡ് എന്നുള്ളത്. ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ജന്മന ഒരു കഴിവും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്, അല്ലെങ്കിൽ പാരൻസ് ഇന്ന ചെറുപ്പത്തിലെ ഒന്നിനും വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയതെന്നാണെങ്കിൽ അത് നിങ്ങളെ പെർസ്പെക്റ്റീവിൻ്റെ കുഴപ്പമാണ്. സോ ചേഞ്ച് ഇറ്റ് അപ്പ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റത്തെ വർക്ക് അടിപൊളിയാവണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ പതിയെ പതിയെ അത് അടിപൊളിയായിട്ട് വരും. സോ ഐ ഹോപ്പ് you will get a better life in the future. Now I'm gonna wind up. It's me, Nihal Pukodan.